എടി നീ അകത്ത് പോയി കുറച്ച് പാക്കെടുത്തോണ്ട് വാ. ആ നീ വാ. നീ അങ്ങോട്ടില്ലേ? എല്ലാരും പരിചയപ്പെട്ടോ? ഗോപാല, ഇതുപോലുള്ള ആലോചനയും കൊണ്ട് ഇനി മേലാൽ ഇങ്ങോട്ട് വരണ്ട. അതെന്താ ചേച്ചി അങ്ങനെ പറയണേ? ഇതിനെന്താ ഒരു കുഴപ്പം? സ്ത്രീധന കാശോ കടം. മര്യാദയ്ക്കൊരു കല്യാണ സദ്യ നടത്താൻ പറ്റിയോ ഗ്രൂപ്പിന്? ചോറിനകത്ത് മണ്ണെണ്ണ വേവിച്ചിട്ട് ഒരൊറ്റ മനുഷ്യൻ ഉണ്ണാൻ പറ്റിയോ? അതെ, ചെലവ് ചുരുക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ചെയ്തതല്ലേ. മണ്ണെണ്ണ വെച്ചാ പിന്നെ ആരും കഴിക്കത്തില്ലല്ലോ. ചാന്തനതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്ത ഇങ്ങനെ ഇരിക്കും. എന്റെ സാവിത്രി ചേച്ചി, ഞാൻ അവനോട് ഈ കാര്യം വേണ്ട വേണ്ടാന്നൊരു 100 പ്രാവശ്യം കാല് പിടിച്ചു പറഞ്ഞതാ. അപ്പോഴേ അവന് തൊലി വെളുത്ത പെണ്ണ് വേണം. എന്നാ അതിന് തക്ക ചേലോ ചെമ്മാന്തവോ ഉണ്ടോ? അതുമില്ല. അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ? ഇതിലേതാ വായി വെച്ചോണ്ട് ചുമ്മാ ഇരിക്കാമോ? ഓ, ജോലിയും വേലയും ഇല്ലാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന നിന്റെ കൽപ്പനയും കൂടെ അനുസരിച്ചേക്കാവടാ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അച്ഛനെയമ്മയും വിട്ടുപോകുന്നതിന്റെ വിഷമമാണോ? ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇന്നു മുതൽ ഇത് തന്റെ വീടാ. അമ്മ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. താനാ ഒന്നും കാര്യമാക്കരുത്. അച്ഛൻ മരിച്ച ശേഷം അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത്. അതിന്റെ സ്നേഹക്കൂടുതലും സ്വാതന്ത്ര്യവും അമ്മയ്ക്കുണ്ടാവും. എന്താ താനൊന്നും മിണ്ടാത്തത്? എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. തന്റെ വിഷമം എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി താൻ ക്ഷമിക്ക്. ആഹാ, നീ ഇത്ര വേഗം കയറി കിടന്നങ്ങ് ഉറങ്ങിയോ? കല്യാണത്തിന് ഓരോരുത്തർ കൊണ്ടു തന്ന രൂപയൊക്കെ എഴുതി വെച്ചോ? ആരൊക്കെ എന്തൊക്കെയാ കൊണ്ടു തന്നെന്ന് എഴുതി വെച്ചില്ലെങ്കിലേ